സതീർത്ഥ്യനായതുകൊണ്ട് 35 വർഷങ്ങൾക്ക് മുൻപ് ആദ്യമായി ഞാൻ കണ്ട ആന്റണി ബ്രദർ കാർമൽഗിരി സെമിനാരിയിലാണ് ഞങ്ങൾ ഒരുമിച്ച് പഠിച്ചത്. അങ്ങനെ പഠിക്കുമ്പോൾ അന്ന് അദ്ദേഹത്തിൻ്റെ മുഖത്തുണ്ടായിരുന്ന പുഞ്ചിരിക്ക് അല്പം പോലും മാറ്റം സംഭവിച്ചിട്ടില്ല. പഴയ കൊച്ചിയല്ലായിരിക്കാം, പക്ഷേ ഞങ്ങളുടെ പ്രിയപ്പെട്ട ആന്റണി അതേ ആന്റണിയാണ് എന്ന് പറയുന്നതിൻ്റെ സന്തോഷവും ചാരിതാർത്ഥ്യവും ഞങ്ങൾക്കെല്ലാവർക്കും ഉണ്ട്. കാരണം സെമിനാരിയിൽ അദ്ദേഹം അസാധാരണ വൈഭവമുള്ള ഒരു സെമിനാരിക്കാരനായിരുന്നു. വളരെ അനുഗ്രഹീതനായ ഒരു ഗായകനായിരുന്നു. ഈ കൊച്ചിയിൽ നിന്ന് തന്നെയുള്ള ലൂക്കച്ചനായിരുന്നു മറ്റൊരു ഗായകൻ. ഇവിടെ നമ്മുടെ പ്രിയപ്പെട്ട ആന്റണി അച്ഛൻ മറ്റൊരു അനുഗ്രഹീത ഗായകനായിരുന്നു. ഞങ്ങളുടെ ബാച്ചിലെ മറ്റൊരു ഗായകൻ ഇപ്പോൾ മെത്രാൻ പട്ടം സ്വീകരിച്ച് വിജയപുരത്തിൻ്റെ സഹായ മെത്രാനായ ജസ്റ്റിൻ പിതാവാണ്. ഇന്ന് പലരും പറയുകയുണ്ടായി, നിങ്ങളുടെ ബാച്ചിൽ നിന്ന് ഇത്രയും പിതാക്കന്മാർ ഉണ്ടായത് എങ്ങനെയാണ് എന്ന്. നല്ലവരെല്ലാം ഒരു ബാച്ചിലായത് ഞങ്ങളുടെ കുറ്റമല്ല എന്ന് ഞാൻ അവരോട് പറയുകയുണ്ടായി. ഏതാണെങ്കിലും പ്രിയപ്പെട്ട ആന്റണി പിതാവിനെ മനസ്സിലാക്കാൻ ശ്രമിക്കുമ്പോൾ ഞങ്ങൾക്ക് വലിയ സങ്കടമായിരുന്നു. ഞങ്ങളുടെ മിടുക്കന്മാരായ 5 സതീർത്ഥ്യര്, ആന്റണി പിതാവ് ഉൾപ്പെടെ 5 പേരെ അന്ന് കുരീത്തറ പിതാവ് തിയോളജി പഠിക്കാൻ റോമിലേക്ക് വിട്ടു എന്നുള്ളതായിരുന്നു ഞങ്ങളുടെ ദുഃഖം. പിന്നീട് അവരെ ഞങ്ങൾ വൈദികരായ പരിശീലന കാലത്ത് കാണാൻ ഭാഗ്യം ലഭിച്ചില്ല എന്നുള്ളതാണ് സത്യം. അവർ റോമിൽ പോയി ഞങ്ങൾക്ക് മനസ്സിലാകാത്ത വലിയ കോളേജുകളിൽ പഠിക്കുന്നു എന്ന് ഞങ്ങൾ അവരുടെ എഴുത്തുകളിൽ നിന്ന് മനസ്സിലാക്കുമായിരുന്നു. നമ്മുടെ പ്രിയപ്പെട്ട ആന്റണി പിതാവ് വിശുദ്ധ ഗ്രന്ഥ വിജ്ഞാനീയത്തിലും കാനൻ നിയമത്തിലും ഉപരിപഠനം നടത്തിയ വ്യക്തിത്വമാണ്. അത് വളരെ വൈരുദ്ധ്യാത്മകമായ 2 പഠനശാഖകളാണ് എന്നെനിക്ക് പലപ്പോഴും തോന്നിയിട്ടുണ്ട്. വിശുദ്ധ ഗ്രന്ഥം കരുതലും കരുണയും സ്നേഹവും കൊണ്ട് നിറയുമ്പോൾ കാനൻ നിയമം വളരെ കർക്കശമായ നീതിബോധത്തിൻ്റെ നിലപാടുകളാണ് വെളിപ്പെടുത്തുന്നത്. നീതിയും സ്നേഹവും തമ്മിൽ കണ്ടുമുട്ടുക, അത് വളരെ അത്ഭുതാവഹമായൊരു കണ്ടുമുട്ടലാണ്. സങ്കീർത്തനത്തിൻ്റെ 85-ാം സങ്കീർത്തനത്തിൻ്റെ 11-ാം വചനം അങ്ങനെ ഒരു കണ്ടുമുട്ടലിനെ കുറിച്ച് പറയുന്നുണ്ട്. കാരുണ്യവും നീതിയും തമ്മിൽ ആശ്ലേഷിച്ചു, സ്നേഹവും സമാധാനവും തമ്മിൽ ചുംബിച്ചു. അപ്പോൾ എന്തുണ്ടായി എന്നുകൂടി പറയുന്നുണ്ട്. അപ്പോൾ സമാധാനവും ഐശ്വര്യവും ദേശത്ത് സംജാതമായി. പ്രിയപ്പെട്ട ആന്റണി പിതാവേ, അങ്ങയുടെ ഈ വിജ്ഞാന പരത, അത് വിശുദ്ധ ഗ്രന്ഥത്തിൻ്റെ കാരുണ്യവും കാനൻ നിയമത്തിൻ്റെ നീതിബോധവും ചേർന്നപ്പോൾ ഈ കൊച്ചിയിൽ ശരിക്കും ഐശ്വര്യവും സമാധാനവും കൈവരും എന്ന് ഞങ്ങൾ വിശ്വസിക്കുന്നു, ആശംസിക്കുന്നു. അതിനായി ഹൃദയപൂർവ്വം പ്രാർത്ഥിക്കുന്നു.